ചതിയെ റാങ്ക് ചെയ്യാം. ഞാൻ ഓപ്ഷൻസ് പറയാം. വിജയേട്ടന്റെ മനസ്സിൽ ധ്യാനിച്ച് വെട്ടം ഫെലിക്സ്, റൺ ബേബി റണ്ണിലെ അഡ്വക്കേറ്റ് മണിലാല്, ഡയമണ്ട് നെക്ലേസിലെ ബഷീർ. ബഷീർ പാവം ബുദ്ധിമുട്ടുകാരനാണ്. ബഷീർ ഒരിക്കലും ബഷീറാണ് ഏറ്റവും താഴെ വരിക. ഫെലിക്സ് ആയിരിക്കും രണ്ടാമത്. മറ്റവ ചെറ്റയാണ്. അതും മറ്റേ കാണിച്ചു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ അവസാനം കിട്ടേണ്ട അടി കറക്റ്റാണ്. പണ്ടൊരു സ്ത്രീയെ പണ്ടൊരിക്കൽ ഒരു ലോഡ്ജ് ക്ലീൻ ചെയ്യണം. അപ്പൊ പറയൂല ഞാനൊന്ന് പോയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ മുറിയുടെ താക്കോൽ എടുത്തു കൊടുത്താൽ പൈസ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകുമല്ലോ. ഈ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു ഫാമിലി വന്നപ്പോൾ താക്കോൽ എടുത്തു പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു റെയ്ഡ് വന്നു. പിടിച്ചപ്പോൾ ഒരു ഫാമിലി അല്ല, നമ്മുടെ ഓട്ടോറിക്ഷക്കാർ ഇവരുമൊക്കെ ഇവർക്കൊരു പേരിട്ട് മാമി എന്ന് പേരിട്ട്. ഞാനൊക്കെ എന്റെ ഇതില് ഒരു കാലഘട്ടത്തിൽ എവര് പോകുമ്പോ എവരെ നോക്കിയിട്ട് മാമി എന്ന് വിളിച്ച് തിരിഞ്ഞു നിന്ന് ഒരു മണ്ണൊക്കെ വാരിയിട്ട് പ്രാഗി തെറിയൊക്കെ പറഞ്ഞിട്ട് പോകും. ഇത് നമ്മൾ എൻജോയ് ചെയ്തു. പക്വതയില്ലാത്ത കാലത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ തെറി കണ്ട് നമ്മൾ ആസ്വദിച്ചു. ഇത് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നത്. ഞാൻ അതിന് അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. ഈ സാധനം നമ്മൾ എൻജോയ് ചെയ്യണം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലെന്ന് പറയുന്നത് സെയിം സാധനം. ഇപ്പൊ എനിക്ക് ബെൽസ് വാൽസി വന്ന സമയത്ത് ലക്ഷ്മി ഭയങ്കര കൂളായിരുന്നു. മറ്റേത് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇലക്ട്രീഷ്യൻ വീട്ടിൽ വരുന്നുണ്ട് AC നന്നാക്കാൻ. എനിക്ക് 1 മണിക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? ഇതൊരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പുറത്തേക്കുന്നതേ മോഹൻലാലാണ്. അപ്പൊ പുള്ളിയുടെ ആ പെർഫോം ചെയ്തോളം പറഞ്ഞു കഴിയുമ്പോ പുള്ളി പെർഫോം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സീൻ ഇപ്പോഴെങ്കിലും ഇനി ഇത് കാണുകയാണെങ്കിൽ ആ പാർക്കിംഗ് ലോട്ടിൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ കൃഷ്ണകുമാറിനെ ആദ്യം കാണുന്ന അമലയെ പിന്നെ കാണുന്ന സീക്വൻസില് ലാലേട്ടൻ പറയുന്ന സീക്വൻസ് ഞാൻ പേടിക്കുന്നത് ജെനുവിനാണ്. അതിനകത്ത് ഒരംശം പോലും അഭിനയമില്ല. മമ്മൂട്ടി മോഹൻലാൽ ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ് വിളിച്ചത്. മോനെ നിനക്ക് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. വലിയേട്ടൻ മൂഡ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. നമുക്കിടെ കൂടെ എവിടെ പോയാലും അത് ഭയങ്കരമായിട്ട്. അപ്പൊ അന്ന് നമ്മൾ പറയരുത് ജോജു എടാ നീ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ നമ്മളെയൊക്കെ മറക്കുവോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതെന്താണ് ഇതിനെ നീ അങ്ങനെ ചോദിക്കണേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവോ, നീ അറിയണ്ടേത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ ആണ്. സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ഇദ്ദേഹം ചതിയനും വില്ലനും ഒക്കെ ആയിരുന്നു. പിന്നീട് മിനി സ്ക്രീനിലേക്ക് വന്നപ്പോൾ ഇയാൾ സ്നേഹത്തിന്റെ ഒരു കൂമ്പാരമായി മാറി. അങ്ങനെ ഒരു മാജിക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷനുള്ള മലയാളത്തിലെ ആദ്യത്തെ ആങ്കർ മിഥുൻ രമേശാണ് ചേരുന്നത്. മൂവി വേൾഡ് മീഡിയയുടെ ഒരു സ്പെഷ്യൽ ഓണം എപ്പിസോഡിൽ വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് വാം വെൽക്കം, ഹാപ്പി ഓണം. സത്യം പറഞ്ഞാലേ ശരിക്കും ഒരുപാട് ബഹുമാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പുരുഷ ആങ്കർ എന്ന് പറയുമ്പോ ഒരുപാട് വാർപ്പ് മാതൃകകൾ ഉണ്ടായിരുന്നു. അതായത് അയാളുടെ ഫിസിക്ക്, അയാളുടെ ഹെയർ സ്റ്റൈല്, അയാളുടെ ശബ്ദം. മിഥുന്റെ ശബ്ദം അടിപൊളി ശബ്ദമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഘനഗംഭീര ശബ്ദം, ഈ ഗാനമേളക്കൊക്കെ ആങ്കർ ചെയ്യുന്ന ശബ്ദം, അതിനൊക്കെ സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കുറെ ആളുകൾക്ക് കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. അതിന് നന്ദിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഞാൻ റേഡിയോ ചെയ്യുമ്പോഴും നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദങ്ങൾ പോലെയാ. കാരണം ഭയങ്കര മറ്റേ അതും മലയാളം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഇതുവരെ കേൾക്കാത്ത വാക്കുകളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ അവരെ മറ്റേ മുകളിലേക്കേ കാണുന്നുള്ളൂ. അതാണ് ഈ നമ്മളിൽ ഒരാളാവുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് 2 രീതിയിലല്ലേ നമ്മൾ ആസ്പയർ ചെയ്യും ഒരാളാവാൻ, അല്ലെങ്കിൽ നമ്മളെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യും. ഈ ഐഡന്റിഫൈ ചെയ്തതാണ്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയെന്നുള്ള എനിക്ക് തോന്നിയത്. കാരണം പറഞ്ഞ പോലെയാണ്, നമുക്ക് തടിയുണ്ട്, നമ്മൾ അതിനെ പറ്റി ബോധമല്ല, മറ്റേ ഇതുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കണം ആൾക്കാർക്ക് അത് ഇഷ്ടാവാൻ കാര്യം. അത്രേ ഉള്ളൂ. പണ്ട് ജോഷി സാർ ഒരുപാട് ഉപദേശിക്കായിരുന്നില്ലേ തടി കുറയ്ക്കണം? പിന്നെ എന്നിട്ട് എന്റെ അടുത്ത് കൂട്ടാൻ പറഞ്ഞ ഒരേ ഒരു പടമുള്ളൂ അവതാരം. തടി കുറയ്ക്കാൻ പുള്ളി എപ്പോ കാണുമ്പോഴേ എടുത്ത് പറയും, നീ ഇപ്പൊ എന്റെ അടുത്ത് അടുത്ത പടം തുടങ്ങുന്നതിന് മുമ്പ് മിക്കവാറും വിളിച്ചിട്ട് നീ ഇപ്പൊ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? ഞാൻ പറയും ഇല്ല സാർ, തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എവിടെ? ഞാൻ കണ്ടു എന്ന് പറയും. ഞാനേ കുറച്ച് ചതിയെ റാങ്ക് ചെയ്യാൻ പറയാണ്. മിഥുൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇൻ ഓർഡർ ഓഫ് ചതി റാങ്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് പറയാം. വിജയേട്ടന്റെ മനസ്സിൽ ധ്യാനിച്ച്. ഓക്കെ, വെട്ടം ഫെലിക്സ്, റൺ ബേബി റണ്ണിലെ അഡ്വക്കേറ്റ് മണിലാല്, ഡയമണ്ട് നെക്ലേസിലെ ബഷീർ. ഇവരൊന്ന് ചതിയുടെ ഓർഡറിലൊന്ന്. ബഷീർ പാവം ബുദ്ധിമുട്ടുകാരനാണ്. ബഷീർ ഒരിക്കലും ബഷീറാണ് ഏറ്റവും താഴെ വരിക. ഏറ്റവും ചതിയുടെ മീറ്റർ താഴെ ഇതാണ്. ഫെലിക്സ് ആയിരിക്കും രണ്ടാമത്. ഫെലിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമൊക്കെയാണ്. ഫെലിക്സ് ഈ മറ്റേ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടും
നമുക്ക് ജീവിക്കാൻ പണം വേണ്ടേ എന്നുള്ളതാണ്. അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ടാണ് ഫെലിക്സിന്റെ വേറൊരു ഇത് വരുന്നത്. മറ്റവൻ ചെറ്റയാ, മണിലാൽ ചെറ്റയാ. മറ്റവനിപ്പോ ജീവിക്കാനുള്ള പൈസയുടെ കാര്യമൊന്നുമല്ല, അവൻ മറ്റേ വെറും ചെറ്റയാണ്. അതും മറ്റേ കാണിച്ചു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ അവസാനം കിട്ടേണ്ട അടി കറക്റ്റാണ്. ഈ തുറന്നുള്ള സംസാരങ്ങള് അല്ലെങ്കിൽ സ്വയമുള്ള ബോധ്യങ്ങള് ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെയാണ്, ഞാൻ ഇതൊക്കെയാണെന്ന് വിളിച്ചു പറയുന്ന ഈ ജെനുവിൻ ആവുന്ന കാര്യം ഉണ്ടല്ലോ, ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതെപ്പോഴും ദോഷമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്താറില്ല. ഞാൻ എന്റെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പോലും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്താറില്ല. വരുന്ന ആൾക്കാരെ പറ്റി മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതലും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് കാരണം ഉണ്ടാവുന്ന ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതുമൊക്കെ പിന്നീട് അവർക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ ചെന്ന് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കാറുണ്ട്. മാപ്പ് പറയാനോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വരുത്താനോ ഒന്നും മടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് നമുക്ക് കാരണം ഒരാൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഫാമിലി ലൈഫിൽ പോലും അതല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ കോംപ്രമൈസ് ആൾക്കാർ പറയണേ, ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാരും ചെയ്യണേ. എല്ലാരും പറഞ്ഞു അയ്യോ പോയി ഒരു സോറി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കോംപ്രമൈസ് ഒന്നുമില്ല, അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈഗോ ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. എവിടെയെന്ന് വെച്ചാൽ ഈഗോ ആണ്. ആ ഈഗോ എന്ന് പറയുന്ന സാധനം ഉള്ളിലാ കിടക്കണേ. അത് ഇൻസ്റ്റന്റേനിയസുമാണ്. ഇറ്റ് ഡസന്റ് നമ്മള് ഓവർ ദ ടൈം ഈഗോ ബിൽഡ് ചെയ്തല്ല. അയ്യപ്പന് കോശിയല്ല നമ്മൾ, മനസ്സിലായില്ലേ? അപ്പൊ ഓവർ ദ ടൈം ഈഗോ ബിൽഡ് അല്ല, പകരം നമുക്ക് ഈഗോ മിക്കവാറും ഉള്ളത് ആ സമയത്ത് പ്രൊജക്ഷനാണ്. ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും, ഇപ്പൊ നമ്മളത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു സാധനം നമ്മുടെ മനസ്സിൽ വരും. അത് ഉറപ്പാണ്, കാരണം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞു ആ ഈഗോ പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് വിടൂല, നമ്മൾ ആ ദേശത്ത് തന്നെ പോകും. പക്ഷെ അത് അപ്പൊ വിട്ട് കഴിഞ്ഞ് തീർക്കാന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തീരും. റമ്മിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞിരുന്നേ ഓക്കെ. ഇപ്പൊ ലക്ഷ്മി എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്? അവരുടെ ഒരു ചൂടാവുന്ന മീറ്റർ അയൺ ബോക്സ് പോലെ ചൂടായാൽ തണുക്കാൻ ഒരുപാട് സമയമുള്ള ആളാണോ, അതോ ട്യൂബ്ലൈറ്റ് പോലെ വരുന്നു പോകുന്നു അങ്ങനെയാണോ? ആണ്, കൂടുതലും അങ്ങനെയാണ്. അവളുടെ അവൾക്ക് ഈ പറഞ്ഞ പോലെ ഷീ ഹാസ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ ട്രോമ കുറെ ഉള്ള ഒരാളാണ്. ഞാൻ കിട്ടിയതിന് ശേഷം ഉണ്ടായതല്ല. അപ്പൊ അതുകൊണ്ട് അത് മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പൊ എക്സ്പ്ലോസീവ് റേജ് ഉണ്ടാവാം, ഇതുണ്ടാവാം. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ല, അത് നമ്മള് മനസ്സിലാക്കുന്നിടത്താണ് കാര്യം. ഇപ്പൊ നമുക്കിത് അറിയില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവയർനെസ് വേണം. ഈ അവയർനെസ്സിലാണ് കാര്യം. അവയർനെസ് ഉള്ളത് കൊണ്ട് എനിക്കും അറിയാം ഇതാണ് സംഭവം എന്നുള്ളത്. പിന്നെ അങ്ങനെ വലിയ പ്രശ്നം ഈ പറഞ്ഞ പോലെയാണ് ലക്ഷ്മി. വലിയ പ്രശ്നങ്ങളില്ലേ, ഇപ്പൊ ഞാൻ പറയണ നമുക്ക് ഇപ്പൊ എനിക്ക് ബെൽസ് വാൽസി വന്ന സമയത്തെ ലക്ഷ്മി ഭയങ്കര കൂളായിരുന്നു. ലക്ഷ്മി ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നെ അങ്ങ് കൂളാക്കിയത് ലക്ഷ്മിയാണ്. കൂടെ ഒന്ന് നിന്ന് എല്ലാ കാര്യവും ചെയ്ത് ഇത് ചെയ്തിട്ട് അതിന് വേറൊരു വലിയ ടെൻഷനൊന്നും ഇല്ല. ആയിരിക്കാം, കാണിക്കാത്തതാണ്. കാരണം അതിന് വേണ്ടിയിട്ട് ഉണ്ട്. പക്ഷെ കാണിക്കാത്തത് മാത്രമല്ല, അത് ഹാൻഡിൽ ചെയ്ത രീതിയാണ്. മറ്റേത് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇലക്ട്രീഷ്യൻ വീട്ടിൽ വരുന്നുണ്ട് AC നന്നാക്കാൻ. എനിക്ക് 1 മണിക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഇതൊരു പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഈ ടെൻഷനാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ മെയിൻ ടെൻഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങി നടന്നോ, ഇത് നടക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം അവളുടെ മനസ്സിൽ ചിന്തിക്കുന്ന വെച്ചാൽ ഉറക്കം വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന സാധനമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഇഷ്യൂസ് വരുമ്പോൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. വലിയ ഇഷ്ടമാണല്ലേ ഭാര്യ? എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരെ ഇഷ്ടമാണ്. ചേട്ടത് പ്രകടിപ്പിക്കുന്ന വിധമൊക്കെ കാണുമ്പോ എല്ലാത്തിനും കൊതി തോന്നാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമില് അല്ലാതെ അവള് ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറയല്ലേ, ഞാൻ പറഞ്ഞേ 18ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കണം ലക്ഷ്മിയെ. എനിക്കന്ന് 24 വയസ്സ്, 7 വയസ്സില്ല, 25 വയസ്സ് എനിക്ക്. അപ്പൊ അത് തൊട്ട് ശരിക്കും പറഞ്ഞാല് അപ്പൊ അവക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടല്ലേ, ഞാൻ വളർത്തിയതിന്റെ കുഴപ്പമാണെന്നാ തോന്നുന്നത്. അച്ഛനും കൂടിയാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഈ 18 കഴിഞ്ഞിട്ടുള്ള ദോഷങ്ങളെല്ലാം ഞാൻ വരുത്തി വെച്ചതാണെന്നുള്ളതുകൊണ്ട് നമ്മൾ അനുഭവിച്ചല്ലേ മതിയുള്ളൂ. ഇപ്പൊ തൻവിയുടെ കാര്യത്തിൽ നമ്മളതല്ലേ പറയുള്ളൂ. അതാവുമ്പോ അത് തന്നെയാണ്. ലക്ഷ്മി ഈ അടുത്ത് ഒരു കേസ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ രോക്ഷം ഉണരാറുണ്ടോ? രോക്ഷം ഉണ്ടാവാറുണ്ടോ ഉള്ളില്? എനിക്കോ? അതായത് ഈ ആളിനോട് ഞാൻ കാരണമാണ് ഇപ്പൊ പാവപ്പെട്ടവൻ രക്ഷപ്പെട്ടതെന്നുള്ളതാണ് പറയാൻ കാരണം. എന്ന് വെച്ചാൽ പോലീസിൽ കേസ് ഫയൽ ചെയ്തു. നമ്മുടെ അവിടെ ഇദ്ദേഹം കൊച്ചിയിലുള്ള ആളിനെ ഏണിക്കര കൊണ്ടുവന്നു. അവര് 2 ദിവസം അദ്ദേഹത്തെ നടത്തിച്ച് ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ അദ്ദേഹം എന്ന് വിളിച്ചതിന് വരെ വീട്ടിൽ വഴക്കാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ
പുള്ളി വന്നു, പുള്ളിക്ക് ഇതുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പേ അദ്ദേഹത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതപ്പം എന്റെ അടുത്ത് ഇപ്പോഴും ഉള്ള ചോദ്യം, നിങ്ങൾ അവര് പറയുന്ന കേട്ടുണ്ടായിരുന്നു എന്ന് പറയുമല്ലോ. അപ്പൊ ഞാൻ അവിടുത്തെ അക്കാഫിന്റെ കോളേജ് അലുമിനി ഫെഡറേഷൻ നോക്കുമ്പോൾ പുള്ളി പഠിച്ച കോളേജിൽ നിന്നാണെന്ന് മനസ്സിലായി. അപ്പൊ വർഷം കിട്ടി. നമുക്ക് ഫേസ്ബുക്കിൽ ഇതൊക്കെ വളരെ എളുപ്പം കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. പുള്ളിയുടെ ഒരു സൗഹൃദ സംഘത്തിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കോളേജ് അലുമിനി ഫെഡറേഷന്റെ വിളിച്ചു. അക്കാഫ് നമ്മുടെ അവിടെ ഉള്ള കോളേജ് അലുമിനി സംഘടനയാണ്, ഓൾ കേരള കോളേജ് അലുമിനി. ഞാൻ പറഞ്ഞു ഇന്ന കോളേജിന്റെ ആരെങ്കിലും എനിക്കും തരും, അതും ഈ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്. ഇതിനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് വിളിച്ചു. ഇത് കഴിഞ്ഞ ഉടൻ ആ കോളേജിന്റെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ അതെ അയാൾ മദ്യപാനിയാണ്, മദ്യപിച്ചതിന് അവൻ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല, എനിക്ക് നമ്പർ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചോളൂ. അല്ലല്ല മിഥുൻ വിളിച്ച് സംസാരിക്കേണ്ട, അത് മോശം, ഞാൻ പറഞ്ഞോളാം, അതിപ്പോ ഡിലീറ്റ് ആയി, അപ്പൊ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 5 മിനിറ്റ് അത് ഡിലീറ്റ് ആയി. ആ കമന്റ് പുള്ളി എന്നെ ഡിലീറ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ഷീ ഡിഡ്ന്റ് വാണ്ട് ടു ലെറ്റ് ഇറ്റ് ഗോ. കാരണം എഴുതിയിരുന്ന അത്രയും മോശമായിട്ടുള്ള ലൈനാണ്. അപ്പൊ മദ്യപിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും എഴുതിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അയാൾ ഒരു 2 തവണ നടത്തിക്കുക. ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ ലക്ഷ്മി ഇല്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് വന്ന് കയറിയ ആള് എനിക്കര വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വന്നു. പുള്ളി അത് കഴിഞ്ഞ് വീണ്ടും ഒരു ശനിയാഴ്ച വരുമ്പോഴാണ് വിളിച്ച് നമ്മൾ കിട്ടുന്നത്. അപ്പൊ എന്റെ അടുത്ത് അവിടുത്തെ പോലീസുകാരൻ എന്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഓൾറെഡി അദ്ദേഹം ഒരു 2 തവണ വന്നു, അങ്ങനെ 2 തവണ വന്നു കഴിഞ്ഞു, അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട് സാർ, എന്തെങ്കിലും വേറെ. ഇപ്പൊ ചിഞ്ചു പറഞ്ഞു ഐ ലൈക്ക് ടു പ്രസ് ചാർജസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ നമ്മുടെ പോലീസുകാർക്ക് പ്രസ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നീ പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ വാർണിംഗ് കൊടുത്ത് വിട്ടാൽ മതി, പറ്റുമെങ്കിൽ വേണമെന്ന് എഴുതി വാങ്ങിച്ചു വിട്ടോ, അതാകുമ്പോ അടുത്ത പ്രാവശ്യം ഇത് ചെയ്യൂലല്ലോ. അതൊന്ന് എഴുതി വാങ്ങിച്ച് പുള്ളിയുടെ കാർഡ് എടുത്ത് വിട്ടാ, സാറിന് അറിയാലോ എന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ എല്ലാം ചെയ്തിട്ടേ വിടുന്നുള്ളൂ, അവൻ ഇനി ചെയ്യില്ല, അത് ഉറപ്പാണ്. അപ്പൊ അവൻ ഇനി ചെയ്താ ജയിലിൽ കിടക്കും എന്നൊക്കെ ഉള്ളതൊക്കെ പുള്ളി എന്റെ അടുത്ത് ഇത് ഞാൻ പറഞ്ഞു. ഇത് അന്ന് വൈകുന്നേരത്തെ വഴക്കാ, അവനെ വെറുതെ വിട്ടതിന്റെ പേരിൽ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാലല്ലോ എല്ലാവരും ഇപ്പൊ ഒരു സ്പെർ ഓഫ് ദ മൊമെന്റിലല്ലേ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്നതും നമുക്ക് ഇത് ചെയ്യുന്നതും ഒക്കെ സ്പെർ ഓഫ്. നമ്മൾ കൂടെ കൊണ്ടുനടക്കാനാണെങ്കിൽ പിന്നെ അത് കുറെ നാൾ കൊണ്ടുനടക്കേണ്ടി വരില്ലേ. ഭയങ്കര നെഗറ്റീവ് ആണത്. ഈ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ബോധർ ചെയ്യാനോ കൊണ്ടു നടക്കാനോ അനുവദിക്കില്ല അല്ലെ. ഭയങ്കര പ്രശ്നമാണ്. നമ്മളത് കൊണ്ടുനടന്നു കഴിഞ്ഞാല് അത് തീർത്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് വഴക്കുണ്ടാക്കിയാൽ പോലും അതെന്റെ ടീമിലും ഒക്കെ ഉള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അവിടുത്തെ പ്രോഗ്രാമിംഗ് ഉണ്ടാണ്. ചില സമയം നമുക്ക് വളരെ ഹാർഷായിട്ട് പെരുമാറേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ ലീഡർഷിപ്പിൽ. പിന്നെ ലീഡർഷിപ്പിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഈവൻ എന്റെ ടീമിനകത്തല്ല, എന്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമിച്ച് വളർന്നതാണ്. 22 വർഷം ഞാൻ എത്തുന്നതിന് മുമ്പ് എത്തിയ ആളാണ് ഞാൻ എത്തുന്നതിന് മുമ്പ് എത്തിയ ആളാണ് ജോൺ. അപ്പൊ അവരൊക്കെ ഓൾറെഡി നമ്മുടെ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ പറയേണ്ടി വരാറ് പോലും ഇല്ല. അൺലെസ് ഒരു ലീവിന്റെ ഒക്കെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പം മാക്സിമം വന്നാൽ പ്രശ്നം വരും. പക്ഷെ ഹാർഷായിട്ട് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സൈഡ്, നമ്മുടെ ഡിജിറ്റൽ സൈഡ് ഒക്കെ നമുക്ക് വളരെ ഹാർഷ്. കാരണം ചില സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ അതുപോലും പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബോധറേഷൻ ആണ്. എനിക്ക് മോശമായി പോയി. മറ്റേതാണ് അധിപനാണ് ലാലേട്ടൻ പറഞ്ഞേ, പക്ഷേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, എന്നിട്ട് വിളിച്ചു വരുന്ന അവളെ കൂടി തന്നേക്ക് വിളിച്ചു സമാധാനം വന്നത് അല്ലെ. അതങ്ങനെ ഒരു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബോധറേഷൻ ഉണ്ട്. എനിക്ക് പലപ്പോഴും അത് തീർക്കണം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര പ്രശ്നമാണ്. ഞാൻ മിഥുൻ രമേശ് ഒരു ഫിൽമോഗ്രഫി കുറച്ച് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ 2 എണ്ണം പറയും, അതിൽ 1 ചൂസ് ചെയ്യണം. അറിയാലോ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, നമ്മൾ വെട്ടം സെവൻസ്, വെട്ടം ഡയമണ്ട് നെക്ലേസ്, വെട്ടം റൺ ബേബി റൺ, റൺ ബേബി റൺ റൺവേ, അതിന്റെ ഒരു ഒന്ന് പേഴ്സണൽ റീസൺസ് ഒരുപാടുണ്ട്. അതെന്ന് വെച്ചാൽ ലാലേട്ടനുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് സീൻ ചെയ്തത്. നിങ്ങൾക്ക് എന്റെ ആരാധന അറിയാൻ തോന്നുന്നു. എനിക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ആൻഡ് ഇൻ ദ സെയിം വേ മമ്മൂക്ക ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കുട്ടിക്കാലം തൊട്ട് ഈ ആരാധന തോന്നുന്നു. നമുക്കൊരു നമ്മള് മറ്റേ മമ്മൂട്ടി മോഹൻലാൽ ഫാക്ഷന്റെ ആളായിരുന്നു ഞാൻ. മമ്മൂക്ക എന്റെ മുഖത്ത് തീർന്നു. പിന്നെ പുള്ളിയുടെ ആരാധകനാണെന്നുള്ളത് പറഞ്ഞാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും സൗഹൃദമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ അതിലാണ് എനിക്ക് ലാലേട്ടന്റെ കൂടെ സ്ട്രെയിറ്റ് ഫേസ് ടു ഫേസ് നിന്ന് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന അവിടെയാണ്. അതായത് ഒരു ആരാധകൻ മാറിയിട്ട് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ എന്നുള്ളതിന്റെ എന്താണെന്നുള്ളതുണ്ടല്ലോ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. നമുക്ക് അതിന് മുമ്പ് വേറെ ഇപ്പൊ മുരളി സാറിനോട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പൺവേല്. എനിക്ക് മുരളി സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഞാൻ ആരാധിക്കുന്ന ആളാണ്. അപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ഇത്രയും പണം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക്
അതൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. പക്ഷെ ഇതിന്റെ കുട്ടിക്കാലത്ത് എന്റെ ആഗ്രഹമാണ് അവിടെ നടന്നത്. അതെ 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 അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എനിക്ക് ഫസ്റ്റ് ഇതുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇന്ററാക്ഷൻ ഇല്ല. രണ്ട് സീക്വൻസിൽ തന്നെ ലാലേട്ടത്ത് നേരിട്ട് ഇടപഴകുന്നത് പോലും ഉള്ളൂ. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യുമ്പോഴും അപ്പോഴും നമ്മൾ കുട്ടിയാണല്ലോ, നമുക്ക് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു ആക്ടർ ആയത് ഞാൻ എപ്പോഴും പറയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ എനിക്കൊരു പ്രോപ്പർ ക്യാരക്ടർ സ്ട്രെയിറ്റ് ടു ദ ഫേസ് ലാലേട്ടനായിട്ട് ഓൾമോസ്റ്റ് മറ്റേ ഒടക്കൊണ്ടാൻ അങ്ങനെ പറയാൻ പറ്റില്ല വേണോ എന്ന് പറയുന്ന രീതിയിൽ പറയുകയും ഇങ്ങനെ നമ്മള് ജോഷ് സാറിന്റെ അവിടുത്തെ ഒരു സംഭവമുണ്ട്. ജോഷ് സാർ പെർഫോം ചെയ്യാൻ പറയും. ജോഷ് സാർ ഒരു സ്റ്റേക്ക് എടുത്തിട്ട് ജോഷ് സാറിന് വേണ്ടത് ഇട്ടില്ലേ, ജോഷ് സാർ അഭിനയിച്ച് കാണിച്ചിരുന്നില്ല. ജോഷ് സാർ ഇടാൻ നന്നായിട്ട് ചെയ്യും, പെർഫോം ചെയ്ത് പറയും. പെർഫോം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസാ. അതായത് നിങ്ങള് ഇനി ചെയ്തോ, മറ്റേ സട്ടിലിറ്റി ഒന്നും പിടിക്കണ്ട, നിങ്ങൾ ചെയ്തോ. ഇത് പറഞ്ഞേക്കുന്നത് എന്നോടെന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ. അപ്പുറത്തേക്കുന്നതേ മോഹൻലാലാണ്. അപ്പൊ പുള്ളിയുടെ ഈ പെർഫോം ചെയ്തോളം പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി പെർഫോം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സീൻ ഇപ്പോഴെങ്കിലും ഇനി ഇത് കാണുകയാണെങ്കിൽ ആ പാർക്കിംഗ് ലോട്ടിൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ കൃഷ്ണകുമാറിനെ ആദ്യം കാണുന്ന, അമലയെ പിന്നെ കാണുന്ന സീക്വൻസിൽ ലാലേട്ടൻ പറയുന്ന സീക്വൻസ് ഞാൻ പേടിക്കുന്നത് ജെനുവിനാണ്. അതിനകത്ത് ഒരംശം പോലും അഭിനയമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് റൺബി ബ്രാൻഡ് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് കുറച്ചുകൂടി. ജോഷ് സാറിന്റെ പടം എന്നുള്ളതും പിന്നെ ഈ പറയുന്ന ഇത് വെട്ടമാണ് ഇന്നും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്ന പടം. ഇന്നും ആൾക്കാര് ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ റൺ ടൈം ഓൺ സോഷ്യൽ മീഡിയ, ഓൺ യൂട്യൂബ്, ഓൺ ടെലിവിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടത്തിനാണ്. ഞാനിതൊരു മറ്റൊരു റൗണ്ട് ആയിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാൻ ഇപ്പൊ ഈ സന്ദർഭം ഇങ്ങനെ വന്നോണ്ട് പറയാണ്, ഇപ്പോഴും മിഥുനിലെ കുട്ടിക്ക് കൗതുകം മാറാത്തൊരു മാജിക് ആണല്ലേ മോഹൻലാൽ? ഞാൻ ഖത്തർ ഷോ കഴിഞ്ഞിട്ട് എനിക്കിപ്പോ മറ്റൊരു ഷോ ഒന്നും പോകാൻ പറ്റില്ല. കാരണം ലാലേട്ടന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലാലേട്ടന്റെ റൂളുണ്ട്. ലാലേട്ടന്റെ അവിടെ നമുക്ക് വെറുതെ പോയി ചെന്ന് ഞാൻ തരികടയാണല്ലോ, ഞാൻ മറ്റേ ഷോ ഇന്നാണെങ്കിൽ ഇന്ന് രാത്രി എത്തി, ഇന്ന് രാത്രി തന്നെ ഷോ ചെയ്യുന്ന ആളാണ്. എനിക്ക് കാരണം ടൈമിന്റെയും കൂടിയുള്ള ഇതുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പം സ്റ്റാർ സിംഗർ ഇന്നലെ ആയിരുന്നു ഷൂട്ട്. ഇന്നലെ രാവിലെയാണ് ഞാൻ എത്തിയത്. നേരെ സ്റ്റാർ സിംഗർ കയറി ചെയ്തു. നാളെ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം അവിടെ എത്തുന്നേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു പരിപാടി. ഞാൻ തലേദിവസം ഒരു റിഹേഴ്സൽ ഒന്നും വേണ്ടല്ലോ നമുക്ക്. കാരണം നമ്മളൊരു ആങ്കറാണ്, നമുക്കൊരു ഷോ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം വിഷ്ണു ഇപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോൾ ജസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ഫോർ വാട്ട് യു നീഡ്, അല്ലാതെ നേരത്തെ ഒന്ന് റിഹേഴ്സൽ ചെയ്യണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ലാലേട്ടൻ പെർട്ടിക്കുലറാണ്. ലാലേട്ടൻ അതിനു വേണ്ടി അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരും, അതും നമ്മളൊരു ആങ്കർ മാത്രമാവില്ല, അതിനകത്ത് ആ കഥയുടെ ഭാഗമാവും. അതായത് ഞാൻ ഖത്തറിൽ ചെയ്തപ്പോ എനിക്കൊരു പോലീസ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് ലാലേട്ടനുമായിട്ടുള്ള ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഈ പാട്ട് പാടുന്നതിനുള്ള സാധനത്തിന് വേണ്ടിയിട്ട് അതിന് മുമ്പുള്ള ഇൻട്രോ, ഇതെല്ലാം ലാലേട്ടൻ പെർട്ടിക്കുലർലി റിഹേഴ്സ് ചെയ്ത് പറയും. കാരണം പുള്ളി സ്റ്റേജിനെ അത്രയും ഡിവൈനായിട്ട് കാണുന്ന ആളാണ്. ഇത് കാരണം ഞാൻ ഓസ്ട്രേലിയ പോകാൻ പറ്റിയിട്ടില്ല, ന്യൂസിലൻഡ് പോയില്ല, മറ്റേ UK ഷോ ചെയ്തു. കാരണം എനിക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ എത്തി ഷോ ചെയ്തോളാം എന്നുള്ളതാണ്. പക്ഷെ അത് പറ്റില്ല, പുള്ളിയുടെ അവിടെ ഉണ്ടാവണം. വിധുവൊക്കെ അഭിനയിച്ചില്ല അതിനകത്ത്. വിധുവൊക്കെ അഭിനയിക്കുന്ന വെച്ചാൽ അതിപ്പോ സാധാരണ വിധുവിന് പാട്ട് പാടാൻ എന്താ തലേദിവസം പോയി സ്റ്റേജ് റിഹേഴ്സൽ. ഇതല്ല, റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടാവും, വരും, ആ റിഹേഴ്സൽസ് ചെയ്യണം. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ട് എനിക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഡെഡിക്കേഷൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിയില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഞാൻ പറഞ്ഞ ഒരു ഹിന്ദിന്ന് ഒരു ആക്ടർ വന്നു, ഷാറുഖ് ഖാൻ വന്നു. ഷാറുഖ് ഖാൻ നോസ് സ്റ്റേജ്. പുള്ളി ഇതൊന്നും ചെയ്യില്ല. പുള്ളിയുടെ സ്ഥിരം ഒരു 10 ആക്ഷൻസും ഇതുമൊക്കെ ചെയ്ത് ആൾക്കാരെ മുഴുവൻ കയ്യിലെടുത്ത് പുള്ളിയുടെ ഹിറ്റ് സാധനങ്ങളും വെച്ചിട്ട് പുള്ളി അങ്ങ് പോകും. ലാലേട്ടൻ ഒന്ന് ചെയ്താൽ പോരെ? ലാലേട്ടൻ വന്ന് 3 ഡയലോഗും 2 പാട്ടും ഒന്ന് മുണ്ട് മടക്കി കുത്തി മീശയും പിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കും, മലയാളി ആഘോഷിക്കും. പക്ഷെ എന്തിനാ ഇല്ല, ആ ഡാൻസിന്റെ റിഹേഴ്സൽ ചെയ്ത്, ആ പാട്ടിന്റെ റിഹേഴ്സൽ ചെയ്ത്, അതിന്റെ ആ സ്കിറ്റ് ഉണ്ടെങ്കിൽ സ്കിറ്റിന്റെ ഫുൾ റിഹേഴ്സലും ചെയ്ത് എന്നിട്ടേ സ്റ്റേജിൽ കയറുന്നു. നമ്മളെല്ലാവരും എത്തുന്നതിന് മുമ്പ് ഖത്തർ ഷോയിന് അവിടെ സ്റ്റേജിന്റെ പിറകിൽ ആദ്യം എത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. അപ്പോ നിങ്ങൾ ചോദിച്ച കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തവണ ഇങ്ങനെ അമേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതേ രീതിയിൽ ഞാനൊന്ന് പാരലായിട്ട് മമ്മൂക്കയെ പറ്റി പറഞ്ഞോട്ടെ. ഇതൊരു ബാലൻസിങ് ആക്ട്. ഞാനിപ്പോ ആനന്ദ് TV അവാർഡ് ചെയ്തു. ഞാൻ ഈ 2 പേരുടെയും കാര്യം നമ്മളെല്ലാരും കണ്ടു പഠിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, മമ്മൂക്ക ആ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു മിനിമം 7 to 8 ടൈംസ് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അവാർഡ് കൊടുക്കുന്നതിനും ഇന്ററാക്ട് ചെയ്യുന്നതിനും പാട്ടിന്റെ കാര്യങ്ങളിൽ വരാനും MG ശ്രീകുമാറിന്റെ കൂടെ പാട്ട് പാടാനും ഒക്കെ വന്നിരുന്നു.
ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവർ വന്ന് അവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക പോവുക അത്രേ ഉള്ളൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവർ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ പിന്നെ നമുക്കാർക്കെങ്കിലും ഇതിൽ എക്സ്ക്യൂസ് പറയാൻ പറ്റും? നമുക്കതിന് ഫുൾ ഓൺ ഇതായിരുന്നു. തലേ ദിവസം വൈകുന്നേരം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓൾറെഡി ഫുൾ ഷോ ഫ്ലോ അയച്ചു കഴിഞ്ഞു. ഞാൻ അത് ചെല്ലുമ്പോൾ നമുക്ക് പറഞ്ഞു, എടാ അതപ്പോ ഇവിടെ ഇതെന്താണ് നീ ചോദിക്കുക? ബിഷാരിറ്റി ഉണ്ടാണ്. ബിഷാരിറ്റി എന്നെ ഹെൽപ്പ് ചെയ്യാൻ സേവ് ചെയ്യാൻ ആളുണ്ട് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നമുക്ക് പണ്ടത്തെ നമുക്കാണെങ്കിൽ ഞാൻ പറയാൻ പേടിക്കുകയും കൂടി ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി സോവറാണ്, എല്ലാവരെയും കുറച്ചുകൂടി അടുത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേതാണ് അപ്പം തിരിച്ചൊരു ഇത് കേൾക്കണം, ഒരു ഇത് ഞാൻ പറഞ്ഞത് പ്ലാൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സാധനമുണ്ട്. പിന്നെ നമ്മൾ ബ്ലാങ്ക് ആണ്. പക്ഷെ അപ്പൊ അങ്ങനെയല്ല. അപ്പൊ പറഞ്ഞ അതാ അവിടെ പക്ഷെ അപ്പൊ അത് നിങ്ങളത് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ബാക്കി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം എന്നുള്ളത് അത് ആ രീതിയിൽ ഷാർപ്പുമാണ്. പുള്ളിക്ക് ഇരുന്ന് എഴുതി വായിക്കണ്ടല്ലോ. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ വേറെ ആരെയും പോലല്ല. ഒരു പ്രസംഗത്തിന് പോയി നിന്നാൽ ഒരു പേപ്പർ പോലും ഇല്ലാതെ ഗംഭീരമായി കൈയടി വാങ്ങുന്ന പ്രസംഗം ചെയ്യാൻ പറ്റുന്ന ആളല്ലേ മമ്മൂക്ക. ഞാൻ പറഞ്ഞ അവിടെ ഉള്ള ഒരു സ്ഥാനത്തിനും പുള്ളിക്ക് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. ഇത് രണ്ടുപേരും രണ്ടു പോലെയാണ്. ഞാൻ പറഞ്ഞ അത് ഇപ്പോ മമ്മൂക്ക പറയാറില്ലേ, ആക്ടിങ് വരുമ്പോൾ പുള്ളി പ്രിപ്പയർ ചെയ്യും. പുള്ളി ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യണ കണ്ടിട്ടില്ലല്ലോ, നേരെ വന്ന് ചെയ്യുന്നല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് സ്റ്റേജിലും. ഈ സ്റ്റേജ് അതോ ഞാൻ പറഞ്ഞ ഈ മോഹൻലാലിനുള്ള കൗതുകം പോലെ തന്നെ മമ്മൂക്ക എന്ന് അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെ അയ്യോ ഞാൻ വയ്യാതെ നടന്നപ്പോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യത്തെ കോള് വരുന്ന മമ്മൂക്കയുടെ തന്നെയാണ്. അത് യാതൊരു വെച്ചാൽ ഞാൻ പറഞ്ഞ ബാക്കി നടന്മാരല്ലേ, ഞാൻ പറഞ്ഞ മമ്മൂക്ക മോഹൻലാൽ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയാം കേട്ടോ, ബാക്കിയുള്ളവരുടെ കാര്യമല്ല പറയണം. ബാക്കി എന്നെ വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അതല്ല പറഞ്ഞു. മമ്മൂട്ടി മോഹൻലാൽ ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ മമ്മൂക്കയാണ് വിളിച്ചത്. മോനെ നിനക്ക് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചത്. അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. വലിയേട്ടൻ മൂഡ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. മമ്മൂക്കയുടെ കൂടെ എവിടെ പോയാലും അത് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കും, പറയും. നമ്മുടെ ഈ കാര്യം കണ്ടിട്ട് ഇത് പറയുന്ന സാധനം രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് അത് ഭയങ്കര ഒബ്സർവ് ചെയ്ത് പറയും. നമുക്ക് വളരെ കൃത്യമായിട്ട് ചിലത് ചോദിക്കും ഒക്കെ ചെയ്യും. പിന്നെ ലാലേട്ടനെ ഒരിക്കൽ കണ്ടപ്പോൾ ലാലേട്ടൻ ചോദിച്ചേ ഇപ്പൊ നിനക്ക് വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഒരു മറ്റേ ഇത് ചെയ്തിരുന്നു, മറ്റേ വയറിങ്ങനെ അകത്തോട്ട് പിടിക്കുന്ന വയറ് കുറഞ്ഞാൽ വെയിറ്റ് കുറയില്ല എന്ന് പറയുമ്പോ മെഷീനിൽ കാണാനാന്ന് പറയുന്നത്. അപ്പൊ അത് പുള്ളി കണ്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലോ. ഇവർക്ക് ഇതിനൊക്കെ സമയമുണ്ടോ നമ്മൾ ചിന്തിക്കില്ലേ? മോഹൻലാലൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളെ വളർത്തുന്ന വിധം ഇപ്പൊ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അവരവരുടെ പാട്ടിന് വിടുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ ലൈഫിൽ ഓരോരോ ലക്ഷ്യങ്ങൾ അവർ ചൂസ് ചെയ്യട്ടെ, അവരത് പൂർത്തീകരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അച്ഛന്റെ. അത് നമ്മൾ തീർച്ചയായിട്ടും പാടാക്കേണ്ട ഒരു കാര്യമല്ലേ? ഞാനാ പറഞ്ഞേ ഓരോരുത്തരുടെ ഞാൻ ടു ഈച്ച് ഹിസ് ഓൺ ആണല്ലോ. നമുക്ക് എല്ലാരെയും ഒരേപോലെ ജഡ്ജ് ചെയ്യാനോ അങ്ങനെ വളർത്തിയിട്ട് ഇവരിപ്പം താന്തോന്നികളായി പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുക? ഇത് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും നന്നായിട്ട് വന്നത് അതാ ലാലേട്ടനെ വളർത്തിയ രീതി തന്നെയായിരിക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും വളർന്ന സാഹചര്യങ്ങളുടെ ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ അതേസമയം ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരൻ വീട്ടില് എതിർത്ത് വന്നിട്ട് മക്കള് ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നു വരില്ല. ഞാൻ പറയുന്നത് കൺസേൺ ഇല്ലെന്ന് നിങ്ങൾ പറയുന്നത് എന്ത് വേണം. സത്യമായിട്ടും ആദ്യമായിട്ടല്ലേ ഒരുപക്ഷെ ഒരു നടന്റെ മകളുടെ ഇന്റർവ്യൂവിൽ ആ നടനും കൂടി വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉറപ്പായി. പക്ഷെ ഞാൻ അത് മഹാനാണെന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പടത്തിനാണ് വന്നിരുന്നിട്ടുള്ളതെന്നാണ് എന്റെ അറിവ്. അല്ലാതെ ഇതിപ്പോ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ ശരിക്കും പറഞ്ഞ ശ്രീ ചേച്ചിയും ഒക്കെ ആയിട്ട് വന്നിരുന്നത് അവരുടെ ഒരു ഫാമിലി ഇന്റർവ്യൂ ആണല്ലോ നടന്നത്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മായ കുറച്ചൊരു ഇന്റർവേർട്ടും കൂടിയാണല്ലോ. മായ ചില ആക്ഷൻ കാണുമ്പോൾ ചിഞ്ചു ഇന്റർവ്യൂവിന് വരുമ്പോൾ ഉള്ള പോലത്തെ ആക്ഷൻ നിങ്ങൾക്ക് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവരുടെ ഒരു ആനിമേറ്റഡ് ബിഹേവിയറിനൊക്കെ എടുത്ത ട്രോളുക, അല്ലെങ്കിൽ അവരെ ഇതാക്കുക, സോഷ്യൽ മീഡിയ സ്പേസ് ചില സമയത്ത് വളരെ ഡാർക്ക് അടിക്കുന്ന ഒരു മോശപ്പെട്ട സ്ഥലം അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളിപ്പം ഒരു വാക്ക് ഭയങ്കരമായിട്ട് റേജ് ബെയിറ്റിംഗ് എന്ന് പറയും, അത് ഭയങ്കര റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. പലരും എന്തിനാണ് ഇപ്പൊ ഇതിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടാണ് മീഡിയയിൽ എല്ലാരും കാണുന്നല്ലേ അവരൊരു ഇപ്പൊ ലാലേട്ടൻ ഒരു ഇൻഡോഗ്രേഷൻ ചെയ്തു, മമ്മൂക്ക ഇവിടെ ചെയ്തത് എന്തെന്ന് കണ്ടോ എന്ന് പറയുന്നത്. സോ അത് കാരണമുള്ള റീച്ച് നമ്മുടെ പേജിന്റെ റീച്ച് കൂട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും നെഗറ്റീവ് ഇടുന്ന എന്തിനാണെന്ന് അറിയാമോ? ഈ റീച്ചിന് വേണ്ടിയിട്ടാ. അത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ റീച്ച് കൊടുക്കുന്നത് നമ്മളാണ്. ഞാന് അത് പറയുമ്പോ ഭയങ്കരമായിട്ട് ചിലപ്പം മിസ്ഇന്റർപ്രറ്റഡ് ആവാം, എന്നാലും ഞാൻ പറയാം,
നമ്മുടെ ഹോൾ ജനത, ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗിൽറ്റി പ്ലഷറാണ്. ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം സരിതാ സവിതയിലൊക്കെ വരുന്ന ചില ആൾക്കാരുടെയൊക്കെ വീഡിയോ, വനിതാ വിനിത, ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് സാർ, വനിതാ വിനിതയിലൊക്കെ വരുന്ന ചില ആൾക്കാരുടെയൊക്കെ ഇത് കാണുമ്പോൾ അതെടുത്ത് ഷെയർ ചെയ്യുന്നു, അവർ വലിയ താരങ്ങളായിട്ട് മാറുന്നു എന്ന് കാണുമ്പോൾ ഇത് മലയാളി ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യണ എന്താ, അവരുടെ മണ്ടത്തരം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ കാണുന്നത്. ഞാൻ പറയുമ്പോൾ അത് അവർക്കത് ഫീൽ ചെയ്യുകയും കൂടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയാം. പക്ഷെ ആ മണ്ടത്തരം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആനന്ദം കണ്ടെത്തുന്നു നമ്മൾ ഒരുപാട് പേരുടെ. ഞാൻ പറയുന്നത് വെച്ചാൽ, പക്ഷെ ഈ ആനന്ദം അവിടെ നിൽക്കുന്നില്ല ബിന്ദു ചേട്ടാ. അവര് വിവാഹങ്ങൾക്ക് വിളിച്ച് അവഹേളിക്കുന്നുണ്ട്, അവരെ പല സ്ഥലങ്ങളിൽ വിളിച്ച് അവഹേളിക്കുന്നുണ്ട്. അത് നമുക്ക് പണ്ട് ഞാൻ മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ് വളർന്നതൊക്കെ, നമ്മുടെ അവിടെ. അപ്പോ അവിടെ പണ്ടൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുമ്പോ അവരില്ല, ജീവനോടില്ല. അപ്പം അവര് പണ്ടൊരിക്കൽ ഒരു ലോഡ്ജ് ക്ലീൻ ചെയ്യണം. അവര് പ്രായമുള്ള സ്ത്രീ, അവര് ലോഡ്ജുകൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതാണ്. അപ്പോ ലോഡ്ജുകൾ ക്ലീൻ ചെയ്യാൻ നിന്നപ്പോ ഇപ്പൊ പറയില്ല, ഞാനൊന്ന് പോയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ മുറിയുടെ താക്കോൽ എടുത്ത് കൊടുത്താൽ പൈസയൊക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകുമല്ലോ. അപ്പോ ഇത് കഴിഞ്ഞപ്പോ മെഡിക്കൽ കോളേജ്, അപ്പൊ എല്ലാപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. കാരണം അവിടെ ഇത് അപ്പൊ ലോഡ്ജുകൾ ഇങ്ങനെ നിരന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഇത് വന്നിട്ട് ഈ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു താക്കോൽ എടുത്ത് കൊടുത്തു. ഒരു ഫാമിലി വന്നപ്പം താക്കോൽ എടുത്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു റെയ്ഡ് വന്നു. പിടിച്ചപ്പോൾ ഒരു ഫാമിലി അല്ല. അപ്പോ അന്ന് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെല്ലാം വന്നപ്പോ ഇവരാണ് മറ്റേ ഇത് താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു. ഇവരെ പോലീസ് പറഞ്ഞു കയറും വണ്ടിയിലെന്ന് പറഞ്ഞിട്ട് കയറി കൊടുത്തു. അപ്പൊ ഇവരെ അപ്പൊ തന്നെ ഇവര് പോയി ചെന്ന് ഇറക്കി. അവരെ അറിഞ്ഞില്ല, അവര് ക്ലീൻ ചെയ്തപ്പോ ഇറക്കി. പക്ഷേ നമ്മുടെ ഓട്ടോറിക്ഷക്കാരും ഇവരുമൊക്കെ ഇവർക്കൊരു പേരിട്ട്, മാമി എന്ന് പേരിട്ട്. ഞാനൊക്കെ എന്റെ ഇതില് ഒരു കാലഘട്ടത്തിൽ ഇവര് പോകുമ്പോ ഇവരെ നോക്കിയിട്ട് മാമി എന്ന് വിളിച്ച് തിരിഞ്ഞു നിന്ന് ഇവര് മണ്ണൊക്കെ വാരിയിട്ട് പ്രാഗി തെറിയൊക്കെ പറഞ്ഞിട്ട് പോകും. ഇത് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണത് ഇത് നമ്മുടെ പക്വതയില്ലാത്ത കാലത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് തെറ്റാണെന്ന് നമുക്കിപ്പോ അറിയാം. നമ്മളിപ്പോ ഇത് പറയുമ്പോ നമ്മളിത് എൻജോയ് ചെയ്യില്ല. നമ്മൾ അന്ന് ചെയ്തത് ഭയങ്കര മോശമാണെന്ന്. ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചത്, നമ്മളിപ്പോ അവിടെ ഒരു ജ്യൂസ് സെന്ററിൽ ഇരുന്ന് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവര് പോവാണെങ്കിൽ എടാ നീ ഉറച്ചെന്ന് അവരെ മാമി എന്ന് വിളിക്കുമ്പോ ഇവൻ മാമി എന്ന് വിളിക്കും. ഇവനെ അറിഞ്ഞൂടാ ഇതിന്റെ കാര്യം. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കല്ല് വാരി എടുത്തിട്ട് എറിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോടാ, നിന്നെ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കും. ഈ തെറി കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നതാണ്. ഞാൻ അതിനെ അങ്ങനെ ഒരു ഇക്വേഷനില്ല കാണുന്നത്. കാരണം അവർക്ക് ഈ മാമി എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഇതിലുള്ള അവരുടെ ദേഷ്യവും ഭ്രാന്തവും ഒക്കെ അവർ പുറത്ത് കാണിക്കുന്ന സാധനം തന്നെയാണ്. ഈ സാധനം നമ്മൾ എൻജോയ് ചെയ്യണം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലെന്ന് പറയുന്നത് സെയിം സാധനം. അത് ഞാൻ കാണുന്നത് അത് അതിപ്പോ മലയാളി എന്ന് പറഞ്ഞ ആരും അതിനെ ഇത് ചെയ്തത്. നമ്മള് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സിവിക് സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ പലയിടത്തും യാത്ര ചെയ്തതിന്റെ പേരിൽ അത് ഇന്ത്യയുടെ മാത്രം സിവിക് സെൻസിന്റെ പ്രശ്നമല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. നമ്മൾ സിവിക് സെൻസ് കുറച്ചുകൂടി കൊണ്ടുവരേണ്ടതുണ്ടെന്നൊക്കെ ഉള്ള വാസ്തവമാണെങ്കിലും അത് ഇന്ത്യയെ മാത്രം ചൂണ്ടിക്കാണിച്ച് പറയല്ലേ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഇത് മലയാളിയുടെ ജനതയുടെ മാത്രമല്ല, ഇതേ കൗണ്ടർ പാർട്സ് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അസ്. പക്ഷെ അത് ചെയ്യുന്നത് മോശമാണെന്ന്, ആ സാധനത്തിനാണ് ഇന്ന് റീച്ച് എന്ന് ഉള്ളത് സങ്കടമുള്ള കാര്യം. ഞാൻ മറ്റൊരു വരി പറയാം, അതിന്റെ പ്രതികരണം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സുരേഷ് ഗോപിയിൽ ഒരേ സമയം ഒരു കുട്ടിയുടെ വാശിയും പൗരുഷത്തിന്റെ മൂർത്തിഭാവവുമുള്ള ഒരാളെ ഞാൻ ഇന്നും കാണാറുണ്ട്. 100%. ഇന്നലെ വിളിച്ച് സംസാരിച്ചോളൂ. ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ കേരളം പാടിയില്ലേ പുള്ളി. അപ്പൊ ഞാൻ ചേട്ടാ അത് ഗംഭീരമായി. കാരണം ഞാൻ സുരേഷ് ചേട്ടനില് ഞാൻ മേഹു മൂസയിൽ എന്നെ അഭിനയിപ്പിച്ചത് എല്ലാവരും പറയും നീ ഉള്ളത് വലിയ ഭാഗ്യമായി എന്ന് പറയാം. കാരണം വെച്ചാൽ സുരേഷ് ചേട്ടനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ചേട്ടനെ. ഞാൻ കോളേജിൽ പഠിച്ച കാലത്താണ് ഞാൻ സുരേഷ് ചേട്ടനെ പരിചയപ്പെടുന്നത്. ഞാൻ അതിനു മുമ്പ് ജസ്റ്റ് പരിചയമുള്ളൂ. ഞാൻ അവിടെ നമ്മുടെ യൂണിയന് വേണ്ടിയിട്ട് ചെന്ന് ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് വിളിച്ചത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ പോകുന്നത്. ഇതൊക്കെ പിന്നീട് സ്ഥിരമായിട്ട് കാണുകയും സംസാരിക്കും. പുള്ളിക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതില്ല, ഞാൻ പറയണ ഒരു ക്വിഡ് പ്രോഗോ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ഇതല്ല, അകലങ്ങളില്ല, ഹൈറാർക്കി ഇല്ല. പുള്ളി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഏത് സോഷ്യൽ സ്ട്രൈറ്റ് എന്നുള്ളത് വിഷയമല്ല. ഞാൻ പഠിക്കുന്ന കാലത്താണ് അപ്പോഴും വിളിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ്. പുള്ളിക്ക് പാട്ട് ഇഷ്ടമായ സമയത്ത് റേഡിയോയിൽ വന്നിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഷോ തുടങ്ങിയാൽ ഉച്ചവരെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ കാര്യം പറയണേ,
ഉച്ചവരെ അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ കൂടെ ഇരുന്ന് ഷോ ചെയ്തിട്ടുണ്ട് പുള്ളി. പാട്ടും പാടി രസിച്ച ഹിറ്റ് ആൾക്കാര്. എഫ്എമ്മിന്റെ തുടക്കത്തെ ഈ ഡോൾഫിൻസ് ഒക്കെ ഇറങ്ങിയ സമയത്താണോ? ആ ഡോൾഫിനൊക്കെ ആ. ആ ടൈം ഡോൾഫിനൊക്കെ ആ സമയത്ത് ഇറങ്ങിയില്ല. ഡോൾഫിൻ ഇറങ്ങാനിരുന്നു എന്നിട്ട് മാറി ഇറങ്ങാൻ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട്. വന്നു. അതെ, ആ ടൈമിലൊക്കെ വന്ന് അവിടെ ഇരുന്ന് 2-3 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് പോലത്തെ ഒരു സാധനം ലോഞ്ച് ചെയ്യാൻ വന്നിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, പുള്ളിക്ക് ഇപ്പൊ എനിക്കറിയാം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള PF ടാങ്ക്സിലെ മറ്റേ ഡൈനമൈറ്റ് ഷ്രിംസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പുള്ളി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ഡൈനമൈറ്റ് ഷ്രിംപ് ഓർഡർ ചെയ്യും, ബാക്കിയില്ല 4 പ്ലേറ്റ് ഡൈനമൈറ്റ് ഷ്രിംപ്. ഇതാണ് സുരേഷ് ചേട്ടൻ. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു നേച്ചറാണ്. പിന്നെ ഇറ്റ്സ് വെരി ഓപ്പൺ അബൌട്ട്. ഞാൻ കണ്ടിട്ടുള്ളത്, നിങ്ങളെല്ലാരും പലപ്പോഴും പറയാ മറയില്ലാത്ത മനുഷ്യനല്ലേ പുള്ളി. പുള്ളിക്ക് മറയുണ്ടായിരുന്നേ. പുള്ളി ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി അല്ലെ പൊളിറ്റീഷ്യൻ മൈൻഡ് സെറ്റോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. ഇതുമല്ലോ നമ്മൾ കാണും. എനിക്ക് ഈസി ടു സ്ക്രബ് തിങ്സ് ഫ്രം സോഷ്യൽ മീഡിയ ആസ് വെൽ. അത് വളരെ എളുപ്പമല്ലേ ഒരു സോഷ്യൽ മീഡിയ ടീമിനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ചെയ്തൂടെ? നമ്മൾ കാണല്ലേ ചുറ്റും എല്ലായിടത്തും വൈറ്റ് വാഷിംഗ്. പുള്ളിയുടെ ഒരു പൈസയുടെ സ്റ്റേറ്റസും ഇതുമൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് അത് സുഖമായിട്ട് ചെയ്തൂടെ? പുള്ളി എന്തിനാ ആൾക്കാരുടെ സഹായിക്കാം എന്ന് പറയുന്നത്? പുള്ളിക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പുള്ളി എന്തിനാ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും ഇത് കൊടുക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ഇതിനൊക്കെ മുകളിലുള്ളത് മനുഷ്യനാണ്. ബാക്കി എല്ലാത്തിന്റെയും മുകളിൽ മനുഷ്യനാണ്. ഈ ഭക്ഷണം വാരി തന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. പ്ലേറ്റ് ക്ലീൻ അല്ലെങ്കിൽ വഴക്ക് പറയുകയും ചെയ്യും. കാണാ ഇതിൽ വേറൊരാക്കിരുന്ന് ഉണ്ണാം എന്ന് പറയും. അപ്പോ അതറിയും. പിന്നെ ഭക്ഷണം വാരി വെച്ചത് അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പ്രസാദമാണ്. അപ്പൊ പുള്ളി അന്ന് ഷുഗർ കട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പം പുള്ളിയുടെ അടുത്തുള്ള ഒരു അമ്പലത്തിന്റെ അവിടെ നിന്ന് പ്രസാദം വന്നു. അപ്പൊ ഇത് ശരിക്കും ഭയങ്കര രസം. അത് മറ്റേ മോദകമാണ്, നമ്മുടെ സുഖിയൻ പോലത്തെ സാധനം. അപ്പൊ അത് ഞാൻ പറഞ്ഞു സുരേഷയുടെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ കട്ടാണ്, കൊതി കിട്ടാതിരിക്കാൻ ചെയ്തതാ. അങ്ങനെ കഴിച്ചിട്ടുണ്ട് പുള്ളി. അടുത്ത വരി, ഒരാൾ അധ്വാനിച്ചാൽ മലയാള സിനിമയിൽ എവിടെ വരെ എത്തിച്ചേരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ജോജു. പിന്നെ ജോജുന്റെ അതിനേക്കാൾ ഞാൻ പറഞ്ഞത് അധ്വാനിച്ചാൽ എന്നുള്ളത് വാക്ക് വിടും. നിങ്ങൾക്ക് അത്രയും നേരം നിൽക്കാനുള്ള ക്ഷമയുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഞാനിത് നേടിയിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റും? അധ്വാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അവൻ 6 പാക്ക് അടിച്ച അവന്റെ ഇത് മാറ്റുന്നുണ്ടോ? ഫിസിക് മാറ്റിയിട്ടുണ്ടോ? ഇതില്ല. പക്ഷെ അതല്ല എന്റെ കൺവിക്ഷൻ ഉണ്ടല്ലോ. എനിക്ക് ഇതാവാം. ഞാൻ സെവൻസിൽ പോകുമ്പോൾ എന്റെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കും. ഇതിലൊക്കെ മുമ്പ് എനിക്ക് ജോജുവിനെ എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ് കേട്ടോ. ജോജു ബിജുമേനന്റെ സൗണ്ട് എടുക്കുമല്ലോ, അങ്ങനെ എന്നെ പരിചയമുള്ള ആളാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ തൊട്ട് ഉള്ള അടുപ്പമുണ്ട്. പിന്നെ അവിടെ വരുമ്പോൾ ഇത് നമ്മൾ യാത്രകൾ ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ജോജു പണ്ട് നമ്മുടെ സെവൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോജുവിന് നമ്മുടെ ക്രിക്കറ്റിന്റെ ഗ്രൂപ്പ് ഇതൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് യാത്രയും ദുബായിലെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ട്. അപ്പൊ അന്ന് നമ്മൾ പറയായിരുന്നു ജോജു എടാ നീ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ നമ്മളെയൊക്കെ മറക്കുവോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതെന്താണ് ഇതിന് നീ അങ്ങനെ ചോദിക്കണേ? ഞാൻ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവോ? നീ അറിയണ്ടേത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ ആണ്. ലാലേട്ടൻ, മമ്മൂക്ക അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ പോലെ എഴുതുന്നുണ്ട് ആളുകൾ. അങ്ങനെയല്ല, പലപ്പോഴും ഇപ്പൊ നമുക്ക് ചിലരുണ്ടല്ലോ നമ്മൾ ഇയാൾ ഇടിച്ചാൽ നമ്മൾ വിശ്വസിക്കും എന്ന് പറയുന്ന സാധനം കിട്ടിയിരിക്കുന്ന ആളാണ്. ജോജുവിന്റെ ഹിന്റലിടിയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും ജോജു വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള മാസീവ് പ്രസൻസ് ഉണ്ട്, ഒരു മാസീവ് പ്രസൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇത് ത്രൂ ദ ഇയേഴ്സ് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നില്ലെന്നാണോ? ഒരു രാജാതിരാജ വേണ്ടി വന്ന് നമുക്ക് തിരിച്ചറിയാൻ ജോജുനിത അതൊരു ടൈമാണ്. എനിക്ക് എന്റെ ഇത് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇത് പ്രതീക്ഷിച്ചിരിക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞ ഞാൻ എന്റെ വെട്ടവും റൺവേയിൽ നിൽക്കുന്ന സമയത്ത് ഞാനിത് ചിന്തിച്ചു വേണ്ട സിനിമ മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചത് ഞാൻ ദുബായി പോകില്ലല്ലോ. എന്റെ വീട്ടുകാരുടെ പ്രഷറും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് സിനിമ തന്നെ മതി. പക്ഷേ എടാ ജോലി വേണ്ടേ എന്ന അമ്മാവന്മാരും അമ്മയൊക്കെ പറയുമ്പോ നമുക്ക് പോണ്ടി വരും. നമ്മൾ ആ രീതിയിൽ വിടും. സത്യമാണ് അവർ പറയുന്നതെന്ന് വിശ്വസിക്കും. പക്ഷേ കാരണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ജോജുവിനത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും എടാ ഇത് കളിച്ചു നിൽക്കരുത്. അമ്മയും പിള്ളേരും ഉണ്ട്, ജോജുവിന്റെ വൈഫും മക്കളും ഉണ്ട്. അപ്പോ അവൻ്റെ അത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആളെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഹി വാസ് കൺവിൻസ്ഡ് വിത്ത് സിനിമ. ഞാൻ സിനിമയിൽ ആളാവും എന്നുള്ള ചിന്തയാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അബയെ പോലെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള, ജോജുവിനെ പോലെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയും വേണം. അതിന് ചുറ്റുമുള്ള സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടാവണം. ഒക്കെയുണ്ട്. അത്
അത് അദ്ദേഹം വാസ്തവം. ഈ ഞാൻ പ്രശാന്ത് അലക്സാണ്ടറിനോട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ കടവും കടത്തിന്റെ മേലെ കടം ഉണ്ടായാലും ഒരു 5000 രൂപ എവിടെന്നെങ്കിലും മറിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഓഡീഷൻ ഉണ്ടെങ്കിൽ പുള്ളി പോവായിരുന്നു. പോവാനും സത്യവും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു സമയത്ത് ഇതൊരു വട്ടാണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട്, സത്യസന്ധമായി പറഞ്ഞത്. ആൻഡ് ആ സമയത്ത് ജോജിന് ഇത്രയും കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഉള്ളിൽ കോൺഫിഡൻസ് ലെവൻ ഒരു വലിയ നടനാവും എന്നുള്ളത്. ആ, 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 ആ. ഇപ്പം സെവൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല ജോജിന് ഇത്രയും വലിയൊരു നടനാവുള്ള നമുക്ക് തോന്നണമല്ലോ, Yes. നമുക്ക് ചുറ്റും നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഭയങ്കര റോങ് റീഡിംഗ് ആണെന്ന് എനിക്ക് തോന്നിയത്. നമുക്ക് ഒരാളെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു ടേൺ വരും. ഞാൻ പറഞ്ഞത് ഞാൻ സുരാജ് ചേട്ടനെ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരുന്നത്. ഉം. സുരാജ് ചേട്ടന് ഇത് ചെയ്യാമെന്ന് അറിയാൻ അതിന് മുമ്പ് സുരാജ് ചേട്ടൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചു. ഉം. പക്ഷെ മലയാളിക്ക് അത് കൺവിൻസ് ആവാനായിട്ട് ആക്ടിംഗ് ഹീറോ ബിജു വേണ്ടി വന്നു. വേണ്ടി വന്നു. അത് പേരറിയാത്തവർ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. പക്ഷേ മലയാളിക്ക് അത് കൺവിൻസ് ആയതോടുകൂടി പിന്നെ സുരാജ് ചേട്ടനെ ആ ക്യാരക്ടേഴ്സിൽ പ്ലേസ് ചെയ്യാം. ഒരു സീനാണ്, ഒറ്റ സീൻ, ഇത് മതി. ഞാൻ പറഞ്ഞ ആ സീൻ നിങ്ങളെ ലൈഫ് ഡിഫൈൻ ചെയ്യും. പക്ഷെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത്. ഇപ്പൊ എന്നോട് ജഗദീശ്വരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉദയനാണ് താരത്തില് സലീം കുമാറിന്റെ ഒരു വേഷം ഉണ്ടല്ലോ, അത് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ജഗദീശ്വരൻ. അങ്ങനത്തെ റോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇന്നിപ്പോ ജഗദീശ്വരൻ റേഞ്ച് മാറി, അത് വേറെ കാര്യമാണ്. അങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് അതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ച സമയങ്ങളുണ്ട്. എല്ലാ സിനിമയും കാണുമ്പോ അല്ലാതെ അത് ഞാൻ പറഞ്ഞ ആസ് എൻ ആക്ടർ ഓൾവേസ് ഞാൻ ആരൊക്കെ എന്ത് ഇതല്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് ആയിരിക്കും. ഞാൻ പലപ്പോഴും കാണുമ്പോൾ നമ്മളിത് പോയിച്ചെന്ന് നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന കൈനറ്റിക് കൊണ്ടാണ് ഇവരെ നമ്മൾ ഓടിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ സിനിമ ഇൻസ്പയർ ചെയ്യണം, അങ്ങനെയല്ലേ നമ്മൾ ഓരോ ഇതും കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറായിട്ടല്ലേ നമ്മൾ ചെയ്തു നോക്കുന്നത്. നമ്മുടെ ഇത് ഞാൻ പറഞ്ഞത് എല്ലാത്തിലും നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. ജെയിംസ് ബോണ്ട് ആവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. റൺവേയിൽ പരമശിവൻ ഒരു ചേട്ടൻ ഫിഗർ ആണല്ലോ ജോണിക്ക്. അതുപോലെ തന്നെയാണോ അദ്ദേഹം റിയൽ ലൈഫിലും മിഥുന്? 100%. ഞാൻ ദിലീപേട്ടനെ എല്ലാവർക്കും 1000 ഇതുണ്ടാവും. ആസ് എ പേഴ്സൺ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ ഇൻ എ പ്രോബ്ലം ഹി വിൽ ബി ദേർ. നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. വിളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സഹായത്തിനുണ്ടെങ്കിൽ ഉണ്ടാവും. ആൻഡ് അതിൽ ഒരു അംശം റെക്കഗ്നിഷൻ അങ്ങനെ ആഗ്രഹിക്കില്ല. തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്നില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ആഗ്രഹമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ എൻ്റെ അനുഭവം അതാണ്. തിരിച്ച് ഒരംശം ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കാത്ത നമ്മളെ സഹായിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിലീപേട്ടൻ. അത് എൻ്റെ അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ 4 സിനിമ ചെയ്തിട്ടുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് അല്ലാതെയുള്ള ഇന്ററാക്ഷൻസിലും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് നമ്മളെ കൂടെ ഇരിക്കവേ തന്നെ പുള്ളി മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നു ഹനീഫിക്കയുടെ സംഭവം വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഇത്രയും നാള് ആ കാര്യം ആരെങ്കിലും അന്വേഷിച്ചോ? ഞാൻ പറയുമ്പോൾ അത് ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ. നമുക്ക് മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് മറവിയാണല്ലോ. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വേദനകളിൽ ഇതിൽ നിന്നു. അപ്പോ മറവിയൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മളത് കണ്ടപ്പോ ഇത് ചെയ്തു. നമ്മള് ഇങ്ങനെ ഒരാളത് ചെയ്തിരുന്നു എന്നുള്ളത് അതിന് എല്ലായ്പ്പോഴും നമ്മള് കളക്ഷന് പോയില്ല, മനസ്സിലായില്ലേ? അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ എല്ലാ മാസം കൊണ്ട് പൈസ കൊടുക്കുക പോലും അല്ല ചെയ്തത്. അതൊക്കെ എന്ന് പറയുന്നത് ആരാ ചെയ്യുക? നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യമാണ് ഇതെല്ലാം. കാരണം വെച്ചാൽ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഷോയിനപ്പുറം അതിന്റെ ജനകീയത എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാരണം ഒരുപാട് പേർക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതാണല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഏറ്റവും. ഞാൻ കോമഡി ഉത്സവത്തിലെ കാര്യത്തിലും അത് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന മൊമെന്റ്സ് ഉണ്ട്. അതായത് നമ്മള് കാസർഗോഡ്, ഇപ്പൊ ഞാൻ കാസർഗോഡുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അവിടെ പല ആൾക്കാരുടെ ലൈഫ് അതുവരെ നമ്മള് അവിടെ നിന്ന് കലാകാരന്മാരൊന്നും കിട്ടിയിട്ടില്ല. ഉത്സവത്തിൽ വന്ന രതീഷ് കണ്ടടക്കം ദാസന്റെ ശബ്ദത്തിൽ പാടുന്നത്, കുഞ്ഞമ്പു ചേട്ടൻ ഫ്ലൂട്ട് വായിക്കുന്ന, അങ്ങനെ ഇത്രയും ആൾക്കാരെ നമുക്ക് പറയാൻ സാധിക്കും. അവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജീവിതം മാറിയിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഒരുപാട് പേർക്ക് പെട്ടിക്കട ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മറ്റേ ഇതില്ലാത്തതുകൊണ്ട് വണ്ടി, എന്തിന് ഒരു കുട്ടിക്ക് പഠിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് TV ഇല്ല, ഈ പരിപാടി കാണണം എങ്ങനെയെന്ന് അറിയില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് TV എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഞാൻ നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരുടെ ലൈഫ് മാറ്റിയിട്ടുള്ള കാര്യം ഉള്ളത് കൊണ്ട് അത് ഭയങ്കര സംഭവം തന്നെയാണ്.
ഇതെല്ലാം നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടില്ല. അത് മിഥിലാജിന്റെ കൺവെൻഷനും Yes, കൂടിയാണ് yes, കേട്ടോ. yes. മിഥിലാജിന്റെ ശ്രീകണ്ഠൻ സാറിന്റെയൊക്കെ കൺവെൻഷനാണ്. അത് നമ്മൾ അങ്ങനെ എടുത്ത് ഈ ചെറിയ ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് അഡ്വർടൈസ് ചെയ്യരുത് എന്നുള്ളത് അവരുടെ ചിന്തയാണ്.